അപ്പം രക്ഷ എന്ന് പറയുന്ന ഈ സിംഗിൾ പ്ലാൻ എന്താ വിഷയം? അതെന്താണ്? നമ്മൾ യേശു കർത്താവാണെന്നുള്ളതാണ്. യേശു കർത്താവാണ്. പിന്നെന്താണ്? നമ്മൾ ഏറ്റുപറയുന്ന എന്ത് സംഭവമാണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും പിന്നെന്താണ്? ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യും. അപ്പം ഹൃദയം ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഹൃദയത്തിൻ്റെ ജോലി എന്താ? ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കണ മാത്രമല്ല, ഹൃദയത്തിന് വേറെ ഒരു ജോലിയുണ്ട്. എന്താ ഹൃദയത്തിൻ്റെ ജോലി? ദൈവം അവന് മരിച്ചോ ഉയർപ്പിക്കണം. അതാണ് വിഷയം. ഹൃദയത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ബയോളജിക്കൽ ഫങ്ഷനാണ് മിടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. മിടിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ സ്പിരിച്വൽ ഫങ്ഷൻ എന്താ? ഹൃദയത്തിനൊരു ആധ്യാത്മികമായ ദൗത്യമുണ്ട്. അതെന്താണ്? ദൈവം അവനെ മരിച്ചോ ഉയർപ്പിക്കുക. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ ഹൃദയത്തിൻ്റെ ദൗത്യമില്ലേ, സ്പിരിച്വൽ ഫങ്ഷൻ, ആധ്യാത്മിക ദൗത്യം. ഹൃദയത്തിൻ്റെ ബയോളജിക്കൽ ദൗത്യം എന്താണെന്ന് പറഞ്ഞാൽ, ജീവശാസ്ത്രപരമായ ദൗത്യം അതൊരു മോട്ടറാണ്. ആ മോട്ടറാണ് ബ്ലഡ് പമ്പ് ചെയ്യണത്. അതാണ് ദൗത്യം. പമ്പിങ് നടത്താൻ വേണ്ടിയാണ് തലച്ചോറ് തൊട്ട് താഴെ വരെ ഇത് പമ്പി നടത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ബയോളജിക്കൽ ദൗത്യം അതാണ്. ഹൃദയത്തിൻ്റെ ആധ്യാത്മിക ദൗത്യം എന്താണ്? യേശു കർത്താവാണെന്ന് ഏറ്റുപറയുക. അതാണ് ഹൃദയം. പിന്നെന്താണ്? ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന്. അതാണ് ഹൃദയത്തിൻ്റെ പക്കാ ദൗത്യം എന്ന് പറയുന്നത്. ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചു. അതുകൊണ്ടാണ് ദൈവജനം കേൾക്കുന്നതിന് അവിടെ ഹൃദയത്തെ അവൻ അല്ല 24:45 വായിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാ 24:45 വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം. അതാണ് വിശുദ്ധ ലിഖിതങ്ങൾ. ഏറ്റു പറഞ്ഞേ, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അപ്പൊ ഹൃദയം ഇങ്ങനെ തുറക്കണതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധ ലിഖിതങ്ങളെ ഗ്രഹിക്കുകയാണ്. വിശുദ്ധ ലിഖിതങ്ങൾ എന്താ ഗ്രഹിക്കേണ്ടത്? ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചു. അതാണ് സംഭവം. അതാണ് രഹസ്യം. വിശുദ്ധ ലിഖിതങ്ങൾ രഹസ്യം അതാണ്. എന്താണ് ഇപ്പം ഈശോ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ നാടുവിട്ടു പോയ പാർട്ടിയാണേ. എമ്മാവൂസിലേക്ക് ലൂക്കാ 24:45 വായിച്ചില്ലേ? ആ രണ്ട് കക്ഷികളെ ക്ലയോഫാസും വേറൊരു ശിഷ്യനും കൂടി പോവുകയാണ്, എമ്മാവൂസിലേക്ക് പോവുകയാണ്. എന്താ സംഭവിച്ചിരിക്കണത്? നാട് വിട്ടുപോയ കക്ഷികളാണ് ഇവർ. എന്തിനാണ് നാട് വിട്ടുപോയത്? ഇവർ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് മാത്രം ഓർത്തുകൊണ്ട് എല്ലാം തീർന്നുവെന്നും പറഞ്ഞ് പോയ ആൾക്കാരാണ്. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് മാത്രം അറിയാം അയാൾക്ക്. അതായത് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, കുരിശിൽ മരിച്ചു. അവർ ഒരു പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രത്യാശ പ്രകടിപ്പിച്ച് യഹൂദന്മാരെ
റോമാക്കാരിൽ നിന്ന് രാഷ്ട്രീയമായിട്ട് മോചിപ്പിക്കുമെന്നൊക്കെ വിചാരിച്ച ആൾ മരിച്ചു. അപ്പോൾ അവരുടെ രാഷ്ട്രീയ സ്വപ്നം തകർന്നു. അവർ നാട് വിട്ട് പോവുകയാണ്, എമ്മാവൂസിലേക്ക് പോവുകയാണ്. അവർ പോകുമ്പോൾ ആണ് ഒരു വഴിയാത്രക്കാരൻ കൂടെ കൂടുന്നത്. ആ വഴിയാത്രക്കാരൻ കൂടെ കൂടിയിട്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദുഃഖിതരായിരിക്കണത്, എന്തിനാണ് നാട് വിട്ട് പോണത് എന്നൊക്കെ ചോദിച്ച് ഇവരെ കൗൺസിൽ ചെയ്യണമാണ് ഇവരെ. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറയും. ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്തയാൾ, നീ ഈ നാട്ടുകാരനല്ലേ എന്ന് ചോദിക്കും ഈ വഴിയാത്രക്കാരനോട്, ഈ നാട്ടുകാരൻ. അപ്പോൾ ഈശോ അറിയാത്ത മട്ടും ചോദിക്കും എന്ത് സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ പറയും, ഞങ്ങളുടെ നസ്രായന യേശു മനുഷ്യരുടെ മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും മിശിഹ രക്ഷകനായിട്ട് ഞങ്ങൾ കരുതി. പക്ഷെ ഞങ്ങളുടെ പുരോഹിതന്മാർ അധികാരികളും അവനെ കൊന്നു. ഇത് 3-ാം ദിവസമാണ്. അപ്പോഴാണ് ഈശോ ഒരു ചോദ്യം ചോദിക്കണത്. എന്താ ചോദിക്കണത്? വിശുദ്ധ ലിഖിതങ്ങൾ അറിയാത്ത മന്ദബുദ്ധികളെ, അതാണ് വിഷയം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികടെ ഹല്ലേലൂയ. ലൂക്കാ 24:25. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ. അപ്പൊ ഈ സഹനം പറഞ്ഞിട്ട് ഉടനെ എന്താ പറയണത്? മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ. അപ്പോൾ എന്താണ് ചോദ്യം? ഹൃദയം മന്ദീഭവിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരമമായ പ്രവാചക രഹസ്യങ്ങളും വെളിപാടുകളും അറിയാത്തവരെ, അറിഞ്ഞിട്ട് അംഗീകരിക്കാത്തവരെ ബൈബിള് മന്ദബുദ്ധികളെന്നാണ് വിളിക്കണം. മന്ദബുദ്ധികളെന്ന് വിളിച്ചാൽ കേട്ടില്ലേ? മന്ദബുദ്ധികളെ എന്താണ്? ക്രിസ്തു ഇതെല്ലാം സഹിച്ച് ബൈബിൾ വായിക്കണേ എന്തിനു വേണ്ടിയാ? ബൈബിൾ വായിക്കണ ബൈബിൾ ക്വിസിന് പങ്കെടുത്തിട്ട് സ്റ്റേറ്റിൽ 1-ാം റാങ്ക് മേടിക്കാനാണ്. ബൈബിളൊക്കെ ഈ രീതിയിലാണ് ഇപ്പോൾ പഠിപ്പിക്കണമെന്നേ ഉള്ളൂ. ബൈബിൾ ക്വിസിനുള്ളതല്ല. ബൈബിള് രക്ഷയുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കി, അല്ല പദങ്ങൾ ഓർത്തിരിക്കാൻ. ഞങ്ങളെ പണ്ട് ഞാൻ ഫിലോസഫിയിൽ 1-ാം കൊല്ലം ചെല്ലുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ദി ബൈബിൾ എന്നും പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് ദി ബൈബിൾ. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ ബൈബിള് പഠിക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ബൈബിളിൽ ഡോക്ടറേറ്റ് എടുത്തൊരു അച്ഛൻ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ദി ബൈബിൾ പഠിപ്പിക്കും. അപ്പോൾ പഠിപ്പിക്കണത് എന്താണ്? ലേക്ക് കുലയെന്ന് തടാകമുണ്ട്, അതിൽ നിന്നാണ് ജോർദാൻ നദി വരണത്, അതിൻ്റെ അകത്ത് ഇത്ര ഗാലം വെള്ളമുണ്ടെന്ന്. ഞാൻ തന്നെ ഒരു മണ്ണാങ്കട്ട വല്ല കഥയുണ്ട്, വെറുതെ ഇവിടെ വന്ന് പണി മേടിച്ചല്ലെന്ന് ഓർത്ത്. ഇതല്ല ബൈബിളെന്ന് പറയുന്നത് ജിയോഗ്രഫി അല്ല. അതിൻ്റെ പിന്നിലെല്ലാം കടന്നു പോകുന്ന ദൈവികമായ പദ്ധതിയുണ്ട്. മന്ദബുദ്ധികളെ, പ്രവാചക വചനങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാതിരുന്നവരെ എന്താണ്? ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായിരുന്നില്ലേ? അപ്പം ചില സഹനങ്ങൾ നമുക്ക് ആവശ്യമാണെന്നുള്ളതാണ് ബൈബിളിൻ്റെ ഒരു നിലപാട്. ഈശോയും മാതാവിനോടും 1000 നന്ദി പറയുന്നു. ഞാൻ 6/2023 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തിട്ട് രണ്ടാമത് ഞാൻ പുതുക്കാൻ വന്നത് 2012-23 ഡിസംബർ മാസം വന്ന് ഞാൻ ഇവിടെ പുതുക്കാൻ വരണത് 2012 പുതുക്കി കഴിഞ്ഞിട്ട് അതുവരെ മുമ്പ് പുതുക്കി ഉടമ്പടിയിലായിരുന്നെങ്കിലും ഞാൻ വെച്ച നിയോഗമൊന്നും
ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായി ചെയ്യുന്നുമുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞ നിയോഗങ്ങളൊന്നും കാര്യമായിട്ടൊന്നും നടന്നില്ല. അപ്പോഴും ഞാൻ കൃത്യമായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെയും രണ്ടാമത് ഞാൻ പുതുക്കി കഴിഞ്ഞിട്ടും അതേ ഇതുപോലെ തന്നെയാണ് പോണതും. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ദൈവമേ, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, എവിടെയാണ് എനിക്ക് പറ്റണത്? എന്താണ് എന്നെ മാതാവ് എൻ്റെ നിയോഗങ്ങളൊന്നും കേൾക്കാതെയും പോകണത്, കാണാതെയും പോകണമെന്ന് എന്നും ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, ചോദിക്കാറുമുണ്ട്. അപ്പോൾ ഒരിക്കലും ഞാൻ ഒന്നും തെറ്റിക്കുന്നില്ലല്ലോ, അപ്പോൾ എന്താണ് എന്നിൽ പറഞ്ഞ കുറവ് എന്ന് എനിക്ക് കാണിച്ചു തരണമേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ചെറിയ തുണിയുടെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഭർത്താവില്ല, എനിക്കൊരു ആൺകുട്ടിയുള്ളത്. അപ്പോൾ ഞാൻ ചെറിയ ബിസിനസ്, അതായത് വീടുകളിൽ കൊണ്ടു കൊടുത്തിട്ടാണ് ഞാൻ ജീവിതമാർഗം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു പെൺകുട്ടീനെ കണ്ടെത്തി. അവൾ തയ്പ്പാണ്, ഒരു കട എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, ചേച്ചി ഇപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്യണം മോളെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കടയിലോട്ട് ചേച്ചി വാ, രണ്ടാൾക്കും ഒരുമിച്ച് നിൽക്കാം. അപ്പോൾ ചേച്ചി വിൽക്കുമ്പോൾ തുണികൾ തയ്ക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ എനിക്കും അത് കിട്ടുകയും ചെയ്യും, ചേച്ചിക്കൊരു കടയും. അപ്പോൾ എൻ്റെ സ്വപ്നത്തിൽ ഒന്നായിരുന്നു ഒരു ചെറിയൊരു കട എടുക്കണം എന്നായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി മാതാവ് എനിക്ക് കാണിച്ചു തരുന്നതായിരിക്കും, നീ അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരി, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ നിസാര വാടകയുള്ളൂ. ഞങ്ങളുടെ മേട്ടിപ്പാടം ഇടവക ചെറിയ ഇടവകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ശരി നമ്മളിവിടെ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ശരി ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ലോൺ എടുത്ത് ഒരുപാട് തുണികൾ ഞാൻ ആദ്യമായിട്ട് ഇറക്കണം. അപ്പോൾ എനിക്ക് തോന്നി മാതാവ് എനിക്ക് അനുഗ്രഹം തരുന്നതാണ്. ഞാൻ വിചാരിക്കാത്ത ലെവലിലേക്ക് ഞാൻ തുണി ഇറക്കി. അപ്പോൾ അവിടെ എല്ലാം കൊണ്ട് സെറ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കൽ അപ്പോൾ ഒരു വൈകുന്നേരം 23-ാം തീയതി ഒരു ഉച്ചയോടുകൂടി രാവിലെ ഞാൻ ആ കടയിൽ പോയി ഞാൻ കട തുറന്ന് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു തലകറക്കവും തലവേദനയും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് മൈൻഡ് ചെയ്തില്ല. എനിക്ക് ഉറക്കക്കുറവുണ്ട്, ടെൻഷനുണ്ട്, കടമുണ്ട്, ജപ്തിയിലാണ്, എല്ലാം അത് കാരണമായിരിക്കും ഞാൻ വിചാരിച്ചു. അപ്പോൾ ആ പെൺകുട്ടിയോട് ഞാൻ പറയുകയും ചെയ്തു, എനിക്കറിയില്ല, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, എനിക്ക് ചെറുതായിട്ട് തലവേദനയൊക്കെ ഉണ്ടെടി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി തലവേദന കഴിഞ്ഞ് വീട്ടിൽ പോയി കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഉറങ്ങാൻ പോകണമെന്നില്ല, എന്നാൽ ഇവിടെ ഇരുന്നോളാം. അപ്പോൾ അവൾ വീട്ടിൽ പോയി. അപ്പോൾ കടയുടെ താക്കോല് എൻ്റെ കയ്യിൽ, അവളുടെ ഒരു കയ്യിൽ താക്കോലുണ്ടാകും, 2 താക്കോല് അവളുടെ കയ്യിലും എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടാവും. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ നേരത്തെ പോവാം ചേച്ചി ഇത് അടച്ച് എന്താ എന്നിരുന്നു. അപ്പം ഞാൻ അന്ന് ഞങ്ങളുടെ ആ കടയുടെ നേരെ ഓപ്പോസിറ്റ് മാപ്സ് സ്കൂളാണ്, അവിടുത്തെ ആനിവേഴ്സറി അന്ന് എനിക്ക് തോന്നി ഇവിടെ ഒരുപാട് ആളുകൾ വരണതല്ലേ, അപ്പോൾ എൻ്റെ തുണി കച്ചവടം നടക്കുമെന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഒരു 9 മണി രാത്രി വരെയും തുറന്ന് വയ്ക്കാം, എന്നിട്ട് അടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു 2 മണിയാകുമ്പോൾ വീട്ടിലോട്ട് വന്നു. അപ്പോൾ എൻ്റെ കടയും വീടുമായിട്ട് ഇച്ചിരി കുറച്ച് വഴിയുള്ളൂ. വണ്ടി എടുത്ത് ഞാൻ 2 വീലർ ഓടിക്കണം, വണ്ടി എടുത്ത് ഞാൻ വീട്ടിലോട്ട് വരുന്നു. വീട്ടിൽ വന്നിട്ട് അപ്പോൾ എനിക്കൊരു അപ്പോഴും എൻ്റെ ക്ഷീണം ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എൻ്റെ ഇതുകളെല്ലാം എൻ്റെ ജപ്തിയാണ്, എൻ്റെ വീടിനെ എനിക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ നിൽക്കണം. ഉറങ്ങാനും പോയില്ല. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മകൻ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ അപ്പുറത്ത് കടയിലെ ചേച്ചി അമ്മയെ വിളിക്കുന്നുണ്ട്, തുണി കൊണ്ട് ചെല്ലാൻ പറഞ്ഞു, അമ്മ ഒന്ന് ചെല്ലാമോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞിടാ മോനെ, എനിക്ക് നേരമില്ല, എനിക്ക് ഒരുപാട് കാര്യം, അമ്മ ഒന്ന് ജസ്റ്റ് ചെല്ലുക, ചേച്ചി ഒരുപാട് നേരം ദിവസമായി പറയുന്നത്. അപ്പോൾ ശരി ഞാൻ പോവാടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു 3 മണിയായി. ഞാൻ ഉച്ച നേരത്ത് ഒരു 3 മണി നേരം ഉറങ്ങിയുമില്ല. തുണികളെല്ലാം എടുത്ത് എൻ്റെ വണ്ടിയിൽ വെച്ച് ഞാൻ 2 വീലർ എടുത്ത് ഇറങ്ങിയതേ എൻ്റെ ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ കണ്ണ് തുറക്കണത് ഞങ്ങളുടെ ചാലക്കുടി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലാണ്. അപ്പോൾ കണ്ണ് തുറക്കുമ്പോൾ ഞാനിത് എവിടെയാണ് എന്താണെന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല, ആരെയും കാണാനില്ല എൻ്റെ ചുറ്റും. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അവിടെ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ട്, അവളവിടെ നിൽക്കുന്നുണ്ട്, പിന്നെ എൻ്റെ മകൻ അവിടെ നിൽക്കുന്നുണ്ട്, പള്ളിയിലെ അച്ഛൻ, എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോഴാണ് എനിക്ക് കണ്ണ് തുറക്കണേ. അപ്പം ചോദിച്ചു എനിക്ക് എന്ത് പറ്റി? അപ്പോൾ അവർ അച്ഛൻ വന്ന് പറഞ്ഞു, വിജയിച്ച് വിഷമിക്കണ്ട, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ തലയിൽ തലോടിയിട്ട് കുരിശ് വരച്ചു.
അപ്പം ഞാൻ വിചാരിച്ചു, ദൈവം ഞാൻ എനിക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ലല്ലോ, എന്താണ് എനിക്ക് ആരും ഒന്നും പറയുന്നുമില്ല. അത് അത്രയും ഞാൻ പറഞ്ഞു. അച്ഛനെ നോക്കിയപ്പോൾ കരഞ്ഞു. ഞാൻ കരഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ ഓർമ്മ പോയിട്ട് പിന്നെ എനിക്കൊന്നും അറിയില്ല. പിന്നെ ഞാൻ പിറ്റേ ദിവസം തന്നെയാണ് എൻ്റെ ഓർമ്മ എനിക്ക് വരുന്നത്, അത് മെഡിക്കൽ കോളേജിൽ. അപ്പം നോക്കുമ്പോൾ ഈ ഡോക്ടർമാർ മൊത്തം എൻ്റെ ചുറ്റും നിന്നിട്ട് എൻ്റെ കാല് ഇവർ പിടിച്ച് പഴിച്ച് എന്തൊക്കെ ചെയ്യണം. അപ്പം എനിക്ക് നല്ല വേദന. അപ്പം ഞാൻ ചോദിച്ചു, എന്തേ എൻ്റെ കാലുമ്മ നിങ്ങൾ ചെയ്യണേ, എൻ്റെ കാല് വിട്, എനിക്ക് നല്ല വേദനയുണ്ട് തോന്നും. അപ്പോൾ അവർ ചേച്ചി കാല് പിടിച്ച് വലിച്ച് കമ്പി ഇത് ഇട്ടില്ലെങ്കിൽ ചേച്ചിയുടെ കാല് വലഞ്ഞു പോകും, നടക്കാൻ പറ്റില്ല ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വെറുതെ ചുമ്മാ എനിക്ക് ഓർമ്മയൊന്നുമില്ല, ആകെ കിളി പോയാണ്. ഞാൻ ഇവരെ വഴക്ക് പറയാം, എൻ്റെ കാല് വീട്ടിൽ നിങ്ങൾ, എനിക്ക് നല്ല വേദനയാണ്, എനിക്ക് ഒന്നും ഇടണ്ട, ഞാൻ മരിച്ചു പോക്കോട്ടെ എന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെ പറയില്ല നിങ്ങൾ, എന്താ നിങ്ങളിങ്ങനെ പറയുന്നത്, ബഹളടിക്കില്ലേ എന്ന് പറഞ്ഞ് ഈ ഡോക്ടർമാർ മൊത്തം എൻ്റെ കാലങ്ങ് പിടിച്ച് വഴിച്ച് നല്ല വേദനയും. അപ്പോൾ ഇവർ വലിയ കണത്തിലാണ് ഒരു സാധനം അടിയിൽ വെച്ചിട്ട് എൻ്റെ ഈ കാലിങ്ങനെ ചിറ്റി. അപ്പോഴേക്കും എൻ്റെ ഓർമ്മ കൈ ഇവർ നേരത്തെ ചിറ്റി. അപ്പോൾ നല്ല വേദന കയ്യും, അതിന് കൈ ചിറ്റിയെന്ന് ഞാൻ ഓർമ്മയൊന്നുമില്ല. ഓർമ്മ തുറന്നു ഈ കാലാണ് ഇവർ ചെയ്യുന്നത് ഞാൻ കാണുന്നത്. അതങ്ങനെ ചെയ്ത് ഇവർ എന്നെ വാർഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഓർമ്മയൊക്കെ അത്യാവശ്യം വന്നെങ്കിലും എനിക്ക് ഒന്നും അങ്ങനെ ഇതല്ല, ഞാൻ ശരിക്കും ഓക്കെ അല്ല. എനിക്ക് എല്ലാവരെയും കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്, എന്തോ എൻ്റെ മൈൻഡെല്ലാം മാറിപ്പോയി. ഞാനങ്ങനെ ഇങ്ങനെ ഒരാൾ കിടക്കണം, അങ്ങനെ ഒരു മന്ദബുദ്ധി കിടക്കുമ്പോൾ എന്നെ വാർഡിലോട്ട് കൊണ്ടുപോയപ്പോൾ അവിടെ കട്ടിലൊന്നും ഇല്ല. അപ്പോൾ അവിടെ ഞങ്ങളറിയുന്നൊരു പയ്യൻ, അവിടെ ഒരു നേഴ്സാണ് ഞങ്ങളുടെ മേട്ടിപ്പാടത്ത്. അവൻ ഓടി വന്ന് പറഞ്ഞു, ചേച്ചി വിജയേച്ചി എന്നെ അറിയോ? അപ്പം ഞാൻ ഇവനെ ഇങ്ങനെ നോക്കിയിട്ട് ചിരിക്കുന്നു, ഒന്നും പറയുന്നുമില്ല. അപ്പം ഞാൻ ഇവനെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പറഞ്ഞു കട്ടിലില്ല, അപ്പോൾ കട്ടിൽ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കട്ടിൽ ഉടനെ തന്നെ ഒരാൾ ഡിസ്ചാർജ് ആയി. കട്ടിൽ എനിക്ക് കിട്ടി, അവൻ കട്ടിൽ അങ്ങനെ കിടത്തി. പിന്നെ ഒരു ചെക്കപ്പായിരുന്നു. ചെക്കപ്പ് ചെയ്തും 15 ദിവസമായിട്ടും എന്നെ ഓപ്പറേഷൻ ചെയ്യുന്നില്ല അവർ. അപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇടഞ്ഞു തുടങ്ങി, എന്തുകൊണ്ടാണ് വിജിയുടെ ഓപ്പറേഷൻ ചെയ്യാത്തത്. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല വേദനയും, വേദന എന്ന് പറഞ്ഞാൽ തരില്ല, അതുപോലത്തെ വേദന. ഈ ഡോക്ടർ വരുമ്പോൾ ഞാൻ ചോദിക്കും, എന്താ എൻ്റെ ഓപ്പറേഷൻ ചെയ്യാത്ത എന്ന് വെച്ചപ്പോൾ ഡോക്ടർ എപ്പോഴും എന്നോട് തമാശ പറയും, പൈസ ഉണ്ടോ ഓപ്പറേഷൻ ചെയ്യാൻ? അപ്പം ഞാൻ വിചാരിച്ചു പൈസ ഇല്ലാത്ത കൊണ്ടാണോ ഡോക്ടർ എന്നെ ഓപ്പറേഷൻ ചെയ്യാത്തത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരികളെല്ലാം എന്നെ സഹായിച്ചിട്ട് ഒരു 30,000 രൂപ എൻ്റെ കയ്യിൽ വേറെ സെപ്പറേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇത് നീ എടുക്കരുത്, ഇത് ഓപ്പറേഷന് മാറ്റി വെക്കണേന്ന്. അപ്പം ഞാൻ ഈ കാശ് പിറ്റേ ദിവസം ഡോക്ടർ വന്നപ്പോൾ ഈ പൈസ എടുത്ത് കാണിച്ചു, പൈസ ഉണ്ട് കയ്യിൽ, ഇതില്ലാണ്ട് കൊണ്ടാണോ ഓപ്പറേഷൻ ചെയ്യാണ്ട് നിങ്ങൾ നിൽക്കണേ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നെ നോക്കിയിട്ടൊന്ന് ചിരിച്ചു. ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോഴും ഈ ഡോക്ടർ എന്താ ഇങ്ങനെ. അപ്പം ഞാൻ മാതാവിൻ്റെ രൂപം എൻ്റെ അടുത്ത് എൻ്റെ മോൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, തൈലം എല്ലാം എൻ്റെ തേൻ എല്ലാം കൊണ്ടുവന്ന്, ഉപ്പ് ഒക്കെ അവൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ആകെ ഒരു മോനുള്ളൂ. അവൻ ആകെ ഷോക്കായി പോയി. അപ്പനില്ല, മരിച്ചു പോയി, ഇനി അമ്മയും പോവുക എന്നുള്ള ഇതിൽ അവൻ നിൽക്കണേ. എന്നാലും അവൻ ഈ ഉപ്പും തേനും എല്ലാം എനിക്ക് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നേർച്ച വസ്തുവൊക്കെ ഉപയോഗിച്ചാൽ ഈ മാതാവിൻ്റെ ഫോട്ടോ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഇവരെന്തേലും ഓപ്പറേഷൻ ചെയ്യാണ്ടിട്ടിരിക്കണേ, ഞാൻ മരിച്ചു പോവോ, എന്താ സംഭവം, നീ ഒന്ന് വെളിപ്പെടുത്തി തായോ എന്ന് ഞാൻ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ. ആ കിടക്കുമ്പോഴും ഞാൻ ഈ മാതാവിനെ നോക്കിക്കൊണ്ട് സംസാരിക്കുമായിരുന്നു. എൻ്റെ അമ്മയോട് എന്തൊക്കെ സംസാരിക്കുമ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ ഈ മാതാവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ അപ്പം ഞാൻ വേദനയാണല്ലോ, അപ്പോൾ ഓരോരുത്തരും എന്നെ വിളിച്ചു തുടങ്ങി, എന്താണ് ഓപ്പറേഷൻ, എനിക്കറിയില്ല, ഡോക്ടർ എന്നെ ഓപ്പറേഷൻ ചെയ്യുന്നില്ല എന്ന്, എന്താണ് എനിക്കെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇടപെട്ടു. MLA വിളിക്കണോ, പാർട്ടിയായിട്ട് ഇടപെട്ടു, കൂട്ടുകാരികൾ പറഞ്ഞിട്ട് ഇടപെട്ടു. അപ്പോൾ എല്ലാവരും ചോദിച്ചപ്പോൾ ഡോക്ടർക്ക് ഭയങ്കര സങ്കടമായി. ഡോക്ടർ നല്ല ഡോക്ടറാണ്, നമ്മുടെ ക്രിസ്ത്യൻസ് ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി വന്നിട്ട് പറഞ്ഞു, അവൾക്ക് ആരും ഇല്ല, നിങ്ങൾ എന്ത് 15 ദിവസം നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യാണ്ട് ഈ വ്യക്തിനെ ഇട്ടിക്കണേ, എന്താ സംഭവം നിങ്ങൾ ഞങ്ങളോട് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചെയ്തു പറഞ്ഞു, നിങ്ങളിവിടെ വന്ന് പോയാൽ പോരാ, എന്നെ കാണണം, വിജിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കണം നിങ്ങൾ. അവർക്ക് സീരിയസാണ്, അവർ കത്തി വെച്ച് അവർ മരിച്ചു പോകും. അപ്പോൾ ആ കുട്ടിക്ക് അമ്മയാണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങളിങ്ങനെ അറിയാതെ MLAയും ഇവരൊന്നും വിളിക്കുന്നത് ഞങ്ങൾക്കൊരു ഇറിറ്റേഷനാണ്. ഇവിടെ നിന്ന് ഈ വ്യക്തിനെ നിങ്ങൾ കൊണ്ടുപോയാലും എവിടെ പോയാലും ഇവർ രക്ഷപ്പെടില്ല.
അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ഈ വന്ന് ഓരോന്ന് പറയുന്ന നേരം നിങ്ങളുടെ ഇടവകയിൽ അച്ഛനോട് ചെന്ന് പറയും പ്രാർത്ഥിക്കാൻ, നിങ്ങൾക്ക് പറ്റിങ്ങി അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ഈ കൂട്ടുകാരോട് പറഞ്ഞു. അവളാകെ ഷോക്കായിപ്പോയി. അപ്പോൾ ഡോക്ടർ രാവിലെ ട്രാവൽസിന് വന്നപ്പോഴാണ് എൻ്റെ മുന്നിലേ ഇത് വെച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ മരിക്കാനോ കിടക്കണ ഡോക്ടർ എന്തോ പറയണം. അപ്പോൾ എന്നെ നോക്കിയിട്ട് ഒന്നുമില്ല ചുമ്മാ പറഞ്ഞതാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കപ്പോൾ സീരിയസ് ആണ്, ഞാൻ പോവാറായി, മാതാവ് എന്നെ കൈ വിട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോഴും ഞാൻ എൻ്റെ മോനെയാണ് ഓർക്കണത്. ഞാൻ പോയി ഇനി മോനെ ആര് നോക്കും എന്നുള്ളൊരു സങ്കടമായിരുന്നു എനിക്ക്. അങ്ങനെ ഇരിക്കൽ പിന്നെ എൻ്റെ കൂട്ടുകാരിലൊക്കെ കട്ടയ്ക്ക് സപ്പോർട്ടായിരുന്നു. എൻ്റെ ഇടവകയിൽ കുറേ കൂട്ടുകാരികൾ ഇപ്പം ഇവിടെ വന്നിക്കണ എൻ്റെ കൂട്ടുകാരിയൊക്കെ ഒരുപാട് എന്നെ ചേർത്ത് പിടിക്കുമായിരുന്നു. എപ്പോഴും വിളിച്ചിട്ട് പറയും, നീ ഒന്നും സംഭവിക്കില്ല, നിനക്ക് നീ ഉടമ്പടിയിലല്ലേ, അപ്പം മാതാവിനെ രക്ഷിക്കടി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരി പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഓപ്പറേഷൻ ചെയ്യാതിരിക്കുമ്പോൾ ഈ കൂട്ടുകാരിയോട് പറഞ്ഞു, വിജയെ താഴെ ഇറക്കാൻ പറഞ്ഞു ഡോക്ടർ. ഇറക്കേണ്ട ആവശ്യമില്ല, എന്നെ ഇവളെ കാണിക്കണം എൻ്റെ അവസ്ഥ. ഇറക്കിയിട്ട് റൂമിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. റൂമിൽ കൊണ്ടുപോയിട്ട് എല്ലാം വൺ ബൈ ആയിട്ട് എൻ്റെ ഈ കാലാണ് ഫസ്റ്റ് അയച്ച് കണ്ടപ്പോൾ ഈ കാലിതിങ്ങനെ വളഞ്ഞിട്ട് ഒരു പോക്ക് പോയപ്പോൾ അവളും അയ്യോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടിപ്പോയി. ഞാൻ പറഞ്ഞു, ദൈവേ എൻ്റെ കാലിങ്ങനെ അയ്യോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒന്നുമില്ല വിജയിച്ച് അത് നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഈ കാല് അത്ര അവസ്ഥയിലാണ് കിടക്കുന്നത്. തൊലിപ്പുറത്താണ് എൻ്റെ ഈ പാദം കിടക്കണത്. അത് അങ്ങനെ വെച്ചിട്ട് ഒരു 2 ഡോക്ടർമാർ ഈ കാല് നീട്ടിപ്പിടിക്കുക. അപ്പോൾ കൂട്ടുകാരിയോട് പറഞ്ഞു, പിടിക്ക് ചേച്ചി, ഇതാണ് വിജയുടെ അവസ്ഥ, നിങ്ങൾ അവിടെ പോയിട്ട് കണകുണാന്ന് വർത്താനം പറയില്ലേ. അത് കഴിഞ്ഞ് കൈ അയച്ചപ്പോഴും ഇതേ അവസ്ഥ തന്നെ. ഞാനാകെ ഇല്ലാതായിപ്പോയി, ബ്ലാങ്കായിപ്പോയി. ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല, എന്നെ മാതാവ് കൈവിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ എനിക്ക് ആൽവിനെ എൻ്റെ മോനെ നോക്കുമ്പോൾ അപ്പം എനിക്ക് സങ്കടമായി. ഇനി എൻ്റെ കൊച്ചിനെ ആര് നോക്കും എന്നുള്ള ചിന്തയും ഭയങ്കര. മാതാവിന് അപ്പോഴും ഞാൻ പറയുന്നത്, ഇതിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തോ, എന്താണ് നീ ഇത് സംഭവിക്കുന്നത്, എന്താ ഇനി പറഞ്ഞതാ എനിക്കെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇരിക്കൽ അപ്പോൾ എല്ലാം കൂടുതലാണ്, ഷുഗർ, പ്രഷർ, പിന്നെ തലയ്ക്ക് ബ്ലീഡിങ്, വാരിയിൽ പൊട്ടിയിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവരോട് പറഞ്ഞു, ഈ കൂട്ടുകാരോട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിങ്ങ വിജിക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അത് ചെയ്യും. ഇവൾക്ക് സങ്കടമായി, ഇവിടെ ഓടിപ്പോയി, ഇവള് വേഗം പോയി, എൻ്റെ അടുത്ത് നിന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്തേടി എനിക്ക് പറ്റിയില്ലടി, എനിക്ക് ചെറിയ തലവേദന, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ പോയി അച്ഛനോട് ചെന്ന് പറഞ്ഞു, അച്ഛാ വിജിക്ക് സീരിയസ് ആണ്, എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അച്ഛനോടനെ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു, വിജയിച്ചിക്ക് ഇത്ര കൂടുതലാണ്, എല്ലാവരും പ്രാർത്ഥന സഹായം വേണം കേട്ടോ എന്ന്. അപ്പോൾ ഇവിടെയും നമ്മുടെ കൃപാസനത്തിനെ വിളിച്ചു എൻ്റെ കൂട്ടുകാർ തന്നെയാണ് പറഞ്ഞിരിക്കണത്. അവരും പറഞ്ഞു പ്രാർത്ഥിക്കാട്ടോ, ഒന്നും സംഭവിക്കില്ല. അങ്ങനെ ഇരിക്കൽ ഇവരൊക്കെ പ്രാർത്ഥന നടക്കുന്നുണ്ടെങ്കിലും ഞാൻ മാതാവിനെ മുറുക്കി പിടിച്ചായിരുന്നു, സത്യം പറഞ്ഞാൽ മുറുക്കി പിടിച്ചായിരുന്നു. ഒന്നില്ലെങ്കിൽ എനിക്ക് ജീവനെ തരണം, ഇല്ലയെന്ന് വെച്ചാൽ ഉടനെ എടുക്കണം, വേദനയിൽ നിന്ന് കിടക്കാൻ പറ്റില്ല, പിന്നെ എൻ്റെ മോനെ നോക്കണേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന മൊത്തം. അപ്പം മാതാവ് ചിലപ്പോൾ മാതാവിൻ്റെ ഫോട്ടോ നോക്കുമ്പോൾ ഇങ്ങനെ പറയും, നീക്കൊന്നും സംഭവിക്കില്ല, ഞാനുണ്ടല്ലോ എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. മാതാവിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണടഞ്ഞു പോകുമ്പോൾ മാതാവിനെ കാണും. എന്നെ മാതാവ് വന്നിട്ട് എന്നെ ഇങ്ങനെ തലോടും, എന്നിട്ട് പറയും, വേദന ഒന്നും ഇപ്പം നീ നോക്കണ്ട, നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കും ഉറപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പം ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ആരെയും കാണാനില്ല, അപ്പം ഞാൻ മാത്രമാണ് അവിടെ കിടക്കണത്. ഇങ്ങനെ എനിക്ക് പല പ്രാവശ്യം എൻ്റെ മാതാവ് എൻ്റെ കട്ടിലിൻ്റെ അവിടെ വരികയും എന്നെ തൊടുകയും എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ എന്തായാലും മരിക്കില്ല. ഡോക്ടർമാർക്കൊക്കെ നല്ല പേടിയായിരുന്നു. കുറേ ഡോക്ടേഴ്സ് ഉണ്ട്, ഒരു 10-15 ഡോക്ടർമാർ എൻ്റെ അടുത്ത് മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കലും ഒരു ദിവസം എന്നെ എല്ലാ ദിവസവും എല്ലാ ചെക്കപ്പും നടത്തുന്നത്, ഇത് കുറയുന്നുണ്ടോ, ഇവള് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ വിജയന്, ഒന്നും നടക്കണില്ല, ഒന്നും കുറയുന്നില്ല. ഇങ്ങനെ ഇരിക്കും. ഒരു രാത്രിയിൽ ഞാൻ മാതാവിനോട് 3 മണി നേരത്തെ എല്ലാവരും ഉറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്നൊരു കണ്ണ് തുറന്ന് ആരോ വന്ന് എന്നെ തൊട്ടോണം ഞാൻ ഇട്ടിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കൊരു ഡേറ്റ് തരണം, ആ ഡേറ്റിൽ എൻ്റെ ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ, എല്ലാം നീ കുറയ്ക്കണം, നിനക്ക് കഴിയാത്തതൊന്നും ഇല്ലല്ലോ, നിനക്ക് സാധിക്കും, നീ അത് ചെയ്തേ പറ്റൂ, എനിക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞിന് വേണ്ടിയെങ്കിലും നീ ചെയ്യണേ എന്നായിരുന്നു എൻ്റെ സങ്കടം, പ്രാർത്ഥനയും. അങ്ങനെ ഇരിക്കില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ എല്ലാ ചെക്കപ്പും നോക്കിയപ്പോൾ എല്ലാം നോർമലാണ്. ഞാൻ തന്നെ ചിലപ്പോൾ നെട്ടിപ്പോയി. പെട്ടെന്ന് നോർമലാവണ്, പെട്ടെന്ന് ഡേറ്റ് എടുക്കണം ഡോക്ടർമാർ, ചടപടാന്ന് പറഞ്ഞിട്ട് വേഗം അറിയിക്കണം. വീട്ടിൽ ആൽവിനെ വിളിച്ചു. ആൽവിന് ഭയങ്കര കാര്യമാണ് അവർക്ക്. ആൽവിൻ എപ്പോഴും എന്നെക്കാളും ഇപ്പോൾ ആൽവിൻ ഡൗണാണ്.
കാരണം അമ്മ അങ്ങനെ പോവല്ല. അപ്പോൾ ആൽവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആൽവിൻ നീ വീട്ടിൽ പോയിട്ട് റേഷൻ കാർഡിൻ്റെ എന്തൊക്കെയോ ചെയ്യാൻ പറഞ്ഞവർ, വേഗം വരണം, ഒരാളോട് പറയാൻ നിൽക്കണ്ട, വേണമെങ്കിൽ നീ പറഞ്ഞ് പെട്ടെന്ന് വരണം, നാളെ ഉടനെ ഓപ്പറേഷനാണ് അമ്മയ്ക്ക്. അപ്പോൾ ഇവരുടെ പേടി എന്താണെന്ന് വെച്ചാൽ എനിക്ക് നാളെ എങ്ങനെ കൂടോ, ഇപ്പം നോർമലാണല്ലോ, ഇപ്പം ചെയ്യാമെന്നുള്ള ഇതിലാണ് ഇവർ ഡേറ്റ് എടുക്കണം. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എന്ത് ഡോക്ടർ പെട്ടെന്ന് ഇങ്ങനെ പറയാം? പെട്ടെന്നായിരുന്നു കുറഞ്ഞതൊക്കെ, ഈ മാതാവിനോട് പ്രാർത്ഥിച്ചില്ലേ, അതെ, ആ അനുഗ്രഹമാണ് ഇപ്പോൾ വന്നേക്കണത്, അപ്പം ചേച്ചി പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ആൽവിൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ കൂട്ടുകാരികൾ വിളിച്ചുകൊണ്ട് ഇപ്പോൾ വന്നിക്കണ സിബിയോട് പറഞ്ഞു, എല്ലാവർക്കും സന്തോഷമായി, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് സമയമെടുത്തു. 7 മണിക്ക് ഞാൻ ഓപ്പറേഷൻ തിയേറ്റർ കൊണ്ടുപോകണം. ആരുമില്ല, എൻ്റെ മോൻ മാത്രമേ ഉള്ളൂ. എൻ്റെ വീട്ടുകാരൊക്കെ വരണുള്ളൂ, എല്ലാം കുറച്ച് സഹകരണം കുറവാണ്. പക്ഷേ എൻ്റെ കൂട്ടുകാരികളെല്ലാം വിളിയും പ്രാർത്ഥനയും. പിന്നെ ഒരു കൂട്ടുകാരി 6 മണിക്ക് തന്നെ അവിടെ എത്തി. അവിടെ എത്തുന്നേക്കാളും മുമ്പ് തൊട്ടടുത്തുള്ള ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് എന്നെ ഡ്രസ്സ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് വൃത്തിയായിട്ട് ഞാൻ ഇരിക്കുമ്പോഴും മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ എന്നെ തിരിച്ചു കൊണ്ടുവരണേ, എന്നെ മരണത്തിലേക്ക് വിടരുതേ. എപ്പോഴും ഈ മാതാവിനോട് പ്രാർത്ഥനയായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയപ്പോൾ ഒരു പേപ്പർ കൊണ്ടുവന്നിട്ട് ആൽവിനോട് പറഞ്ഞു, ഇത് ഒപ്പിടുക ആൽവിനെ. ഒപ്പിടാൻ നേരത്ത് ഡോക്ടർ പറഞ്ഞു, അമ്മ വരാതെ ഇരിക്കാം. അപ്പം ഞാൻ ഈ ഡോക്ടറോട് ചോദിച്ചു, എന്താ ഇങ്ങനെ പറയണേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെ പറയണം, എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ ഞങ്ങളുടെ പേരിൽ ഒന്നും കേസാക്കി വരരുതല്ലോ വിജയിച്ച് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ശരി. അപ്പം ഞാൻ ആൽവിനൊന്ന് നോക്കി. ഞാൻ നോക്കിയിട്ട് വിജയ പറഞ്ഞത് മനസ്സിൽ തോന്നിയത്, ഞാൻ ഇനി തിരിച്ചു വരുമോ എൻ്റെ മോനെ കാണാനായിട്ടെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാനപ്പോൾ എനിക്ക് പിന്നെ ഒന്നും എൻ്റെ മോനോട് പറയാൻ പറ്റിയില്ല. അപ്പം എൻ്റെ മോന് ഞാൻ കൈ കൊണ്ടൊന്ന് തലോടി, എന്നിട്ട് ഞാൻ ഓപ്പറേഷനായിട്ട് കൊണ്ടുപോയി. അങ്ങനെ അവിടെയും കൊണ്ടുപോയപ്പോൾ കുറേ പ്രശ്നങ്ങൾ. എനിക്ക് മരയിക്കാൻ തോന്നിയിട്ട് ഒന്നും റെഡി ആവണില്ല. അപ്പോൾ കുറേ ഡോക്ടർമാർ ചുറ്റും നിൽക്കുന്നുണ്ട്. ഞാൻ ഇവരെന്താ എന്നെ എന്താണ് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചേച്ചി ഇത് കുത്തി വെച്ചിട്ട് ഇതാവണില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ ഇടപെടണം കേട്ടോ, ഇത്രയും ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. നീ തൊട്ടാൽ എൻ്റെ ശരീരം ഇവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ രീതിയിൽ നീ ആക്കി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച ഒരു സെക്കൻഡ് വെച്ച് മാതാവ് എൻ്റെ ശരീരം മൊത്തം ചെയ്തെടുത്ത് മരയിപ്പോൾ അങ്ങനെ തുടങ്ങി. എല്ലാം കാല് റെഡിയായി, കൈ റെഡിയായി. ഇവരെന്തൊക്കെയോ ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് പേടിച്ചിട്ട്. അതുവരെ ശരിയാത്ത കാലും കൈയെല്ലാം റെഡിയായി. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഉറങ്ങിക്കോട്ടാ എന്ന് പറഞ്ഞ് മുഖത്ത് തുണിയിട്ട് അതേ ഞാൻ അറിഞ്ഞോളൂ. എൻ്റെ ഓർമ്മ പോയി. 4-5 മണിക്കൂറായിരുന്നു. മേജർ ഓപ്പറേഷനായിരുന്നു. കാലാണ് ഏറ്റവും കൂടുതൽ. എനിക്കിപ്പോൾ കമ്പിയാണ്, മുട്ടിൻ്റെ അവിടെ എല്ലാം തകർന്നു പോയി എനിക്ക്. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു. കണ്ണ് തുറന്നു. ഒരു 5 മണിക്കൂറിൽ കണ്ണ് തുറന്നില്ല. ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അപ്പുറത്തേക്ക് മാറ്റിയിട്ട് 3 ഡോക്ടർമാർ ഇങ്ങനെ ചുറ്റിയിരിക്കുന്നു. ഞാൻ 1 മണിക്കൂറിനുള്ളിൽ കണ്ണ് തുറന്നെന്നുള്ളതാ. അവർ തന്നെ അത്ഭുതം. അവർ പറയുന്നത് ഇത്രയും മേജർ ഓപ്പറേഷൻ ചെയ്ത ഒരാൾ കണ്ണിങ്ങനെ 1 മണിക്കൂറിന് തുറക്കില്ല അത്രേ, അത് കുറേ മണിക്കൂർ പിടിക്കുമെന്ന്. പക്ഷെ ഞാൻ പെട്ടെന്ന് ഈ ഡോക്ടർ എൻ്റെ അടുത്ത്, ഈ 3 ഡോക്ടർമാർ ഇങ്ങനെ ഇരിക്കുന്നു, ലേഡീസുകളെല്ലാം അവിടെ നിൽക്കണം. ഞാൻ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ ഈ ഇരിക്കുന്ന ഡോക്ടർ ചോദിച്ചു, വിജയിച്ചി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ, നെഞ്ചുവേദന ഉണ്ടോ, ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോഴും മാതാവ് എൻ്റെ അടുത്ത് നിൽക്കണമാതിരിയാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഒന്നുമില്ലല്ലോ, സത്യമല്ല പറയണത്. സത്യം ഞാൻ പറയണേ, ഞാൻ നുണയെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. ഞാൻ നല്ലപോലെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ അവർക്ക് തന്നെ അത് അത്ഭുതമായിപ്പോയി. അപ്പോൾ അവർ ഓക്കെ, നമുക്ക് സന്തോഷമായി. കാരണം ഞാൻ മരണത്തിലേക്ക് പോകാൻ നിൽക്കണ എന്നെ മാതാവ് തിരിച്ചു കൊണ്ടപ്പോൾ എന്തോ ഒരു ശക്തി ഇവിടെ അവർക്ക് തോന്നിയത്. ഇവർ പ്രാർത്ഥിച്ച മാതാവ് തന്നെയാണ് ഇവരെ തൊട്ടിക്കണതെന്ന് ഉറപ്പാണ്. 100% ഉറപ്പാണ്. 1% പോലും ഞാൻ പിന്നോട്ട് പോവില്ല. കാരണം എൻ്റെ അനുഭവങ്ങളാണ്. അത് കഴിഞ്ഞ് എന്നെ പുറത്ത് കിടത്തിയപ്പോൾ എൻ്റെ മോൻ വിഷമിച്ച് കരഞ്ഞ് ഇന്ന് അവിടെ ഒരു മുക്കിനപ്പോൾ ഇരുന്നപ്പോൾ ആൽവിൻ എന്ന് വിളിച്ചു ഡോക്ടർ വന്നപ്പോൾ ഓടി വന്നുവൻ. അമ്മ ഓക്കെയാണ് കേട്ടോ, അമ്മയെ പുറത്ത് കിടത്താണ്, നിങ്ങൾ കൊണ്ട് എക്സ്റേ എടുത്തിട്ട് വാർഡിലേക്ക് കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ ദൈവം, ഞാൻ എൻ്റെ കൂടെ നിൽക്കണേ. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ പോയപ്പോൾ ഉണ്ടായില്ല, അവരെല്ലാവരും വന്നിട്ടുണ്ട്. കൂട്ടുകാരി എല്ലാവരും ഈ മാതാവിനെ നന്ദി പറഞ്ഞു.
ആൽവിന് മുഖത്തൊരു സന്തോഷം തോന്നി, അമ്മ തിരിച്ചു വന്നല്ലോ, അമ്മ ഈ കിടന്നാലും എനിക്കൊരു അമ്മയെ കിട്ടിയില്ലോ എന്നുള്ള തോന്നൽ എനിക്ക് തോന്നി. അവനോടൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ എന്നെ എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയി, എക്സ്റേയും എല്ലാം എടുത്തു വാർഡിൽ കൊണ്ടുപോയി. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കടന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായി, ഞാൻ നീട്ടി പറയണില്ല, എല്ലാം ചുരുക്കിയാണ് പറയണേ. പക്ഷേ മാതാവ് ഉണ്ടായിരുന്നു, ഈശോ മാതാവ് എൻ്റെ കൂടെ. അങ്ങനെ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു. ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഡിസ്ചാർജ് ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു, എന്നെ ഇത്ര പെട്ടെന്ന് ചെയ്യണോ? ഞാൻ വീട്ടിൽ പോയി എനിക്ക് എന്തെങ്കിലും ഒന്നും പറ്റില്ല, എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കൂടുതൽ തോന്നുകയാണെങ്കിൽ ആൽവിനോട് പറഞ്ഞു ആംബുലൻസിന് എന്നെ അമ്മ കൊണ്ടുവരണം, എന്നെ കിടത്തി എന്നെ കൊണ്ടുപോകണതും കൊണ്ടുവരണതല്ല. അങ്ങനെ എന്നെ കിടത്തി കൊണ്ടുപോയി, വീട്ടിലോട്ട് കിടത്തി കൊണ്ടുപോയി അവിടെ റൂമിൽ കിടത്തിയിട്ട് പറഞ്ഞു, ഇനി എന്തെങ്കിലും അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മയെ തിരിച്ച് കൊണ്ടുവരണം ആൽവിനെ എന്ന് പറഞ്ഞു. അതൊന്നും ഉണ്ടായില്ല. എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായി. എൻ്റെ ഈ കൂട്ടുകാരി, ഇവിടെ ഉള്ള കൂട്ടുകാരി ഇവിടെ ഞാൻ പറഞ്ഞു കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കണേടി. അത് കഴിഞ്ഞ് മാതാവിൻ്റെ ലൈറ്റ് കത്തിൻ്റെ ആ രൂപം പിടിച്ച് എൻ്റെ റൂമിൽ ഇനി ഫിറ്റ് ചെയ്യണമെന്ന്, അതെല്ലാം എൻ്റെ റൂമിൽ വച്ചായിരുന്നു. ഞാൻ എന്നെ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ മാതാവിനെ ഞാൻ നോക്കി പറഞ്ഞു, നന്ദി പറഞ്ഞു. മാതാവേ, എൻ്റെ ജീവനെ തന്നില്ലോ, എനിക്ക് നന്ദി ഉണ്ട് കേട്ടോ മാതാവേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 മാസം ആ കിടപ്പായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക്. എല്ലാം എൻ്റെ മോനാണ് ചെയ്തത്. ഒരു ഭർത്താവ് ചെയ്യുന്ന ജോലി എൻ്റെ മോൻ ചെയ്തെന്ന് തന്നെ പറയാം. ഒരു മടി കൂടാതെ എൻ്റെ കുഞ്ഞ് ചെയ്തു. പക്ഷേ എൻ്റെ മാതാവ് ഈശോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ നാട്ടുകാർ മൊത്തം ഉണ്ടായി, വികാരി അച്ഛനുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ, ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഇരുന്ന് ഈ ഡോക്ടർ പിന്നത്തെ ഇതിൽ പോയപ്പോൾ പറഞ്ഞു, വിജയിച്ച് നടക്കില്ല കേട്ടോ, നടക്കില്ല എന്ന് പറയുമ്പോൾ എനിക്കറിയാലോ എല്ലാം ഒന്നും നടക്കില്ല, വണ്ടി എടുക്കില്ല, നടക്കില്ല എന്ന് പറഞ്ഞു. ഉറപ്പ് പറയും ഡോക്ടർ. അന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ശരിയാവില്ലല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ അടുത്താണ്, മാതാവിനാണ് എന്നെ രക്ഷിച്ചത്, അപ്പോൾ മാതാവ് എന്നെ നടത്തിക്കോളും, ഓക്കെ നിങ്ങളൊന്നും പറയണ്ട, ഞാൻ ഒരു ചെന്തൊരു വഴക്കുണ്ടാക്കാം, ഒന്നും പറയണ്ട, എൻ്റെ മാതാവ് എന്നെ നടത്തിക്കോളും, എന്നെ മാതാവാണ് രക്ഷിച്ചത്. അപ്പോൾ ഇവർക്കും മിറാക്കിളാണ് ഇവർ പറയണത് മാതാവാണ് രക്ഷിച്ചിരിക്കണത്. ഇവിടെ എല്ലാം ഒരു മാതാവിനെ ഭയങ്കര ഇതായിട്ട് അത് തന്നെ സംസാരിച്ചു. ഞാനെന്നാ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞു. ഡോക്ടർ പറയുന്ന മാതിരി അല്ലല്ലോ നടക്കണത് എന്ന് പറഞ്ഞു. ശരി, അപ്പം ചേച്ചിയുടെ വിശ്വാസം ചേച്ചിയെ രക്ഷിക്കട്ടെ, ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാനും വാശി. അങ്ങനെ ഈ മരുന്നെല്ലാം തന്നു വിട്ട് അങ്ങനെ 3-4 തവണ ഞാൻ പോയി വന്നുകൊണ്ട് 2 മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ദിവസം ഈ ഡോക്ടറോട് ചോദിച്ചു, ഞാൻ നടക്കട്ടെ? ദൈവമേ നടക്കണ്ട, നിങ്ങൾ നടക്കാൻ ആര് പറഞ്ഞു നിങ്ങളോട്? ഞാൻ പറഞ്ഞോ നടക്കണ്ട നിങ്ങൾ, അത് ഞങ്ങൾ പറയാറായിട്ടില്ല. പിന്നെ ചേച്ചിക്ക് ഞാൻ പറഞ്ഞു ഞാൻ നടക്കും, എൻ്റെ മാതാവ് നടത്തിക്കുന്നേ. അപ്പോൾ ഡോക്ടർ എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയണേ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നടക്കണ്ട, ഇപ്പോൾ വിജയിച്ച് ഇപ്പം നടക്കണ്ട, ഞാൻ പറയണത് കേൾക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനത് കേൾക്കില്ല, എൻ്റെ മാതാവ് എന്നോട് പറയുന്നത് നടക്കാനാ. അപ്പം എന്നെ ഞാൻ നടത്തിക്കുന്നേ, ഒന്ന് ഞാൻ നടക്കട്ടെ, ഇപ്പം എന്താ കുഴപ്പം, എന്നെ ചവിട്ടിക്കെന്ന് പറഞ്ഞു. അത് ശരി ആൽവിനെ അമ്മയൊന്ന് ഇരുത്താം. ഞാൻ കാലിങ്ങോട്ട് എടുത്ത് ഇങ്ങനെ വയ്ക്കലും ഒരു മിന്നൽ പോലെ ഇങ്ങോട്ട് കയറിയപ്പോൾ ഡോക്ടർ ഞാൻ പറഞ്ഞില്ലേ, ഇല്ല ഡോക്ടറെ എനിക്കൊന്നും സംഭവിച്ചില്ല, ഞാൻ ഒന്ന് ചവിട്ടട്ടെ, നിങ്ങളവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പതുക്കെ ഈ കാലെടുത്ത് ചവിട്ടി അവിടെ അങ്ങനെ ഉറപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവാണ് ഇത് തുടർന്നത്, ഇവരൊന്നും അല്ല, ഈ മരുന്നും മേബിളും ഒന്നുമല്ല എൻ്റെത്, എനിക്ക് മനസ്സിലായി അതോട്. അപ്പോൾ ഈ ഡോക്ടർ ചിരിച്ചിട്ട് പറഞ്ഞു, ഓ ചേച്ചി ഈ മാതാവിനെ മുറുക്കി പിടിച്ചു കാണും, വെറുതെയാണ് ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തത്, ചുമ്മയല്ല ഞാൻ ഉടമ്പടി എടുത്തത്, മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നേ, അപ്പം നിങ്ങളൊന്നും പറയണ്ട, പേടിക്കണ്ട നിങ്ങൾ, ഞാനല്ലേ പറയണേ, എൻ്റെ മാതാവ് എന്നെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ്. ശരി വിജയിച്ച് വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിത്തം അല്ലാന്ന്, ഓക്കെ വേണ്ട ഞാൻ ഏറ്റോളാം എന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ എന്നെ ആൽവിൻ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അമ്മ ഡോക്ടർമാർ പറയുന്ന കേൾക്കമ്മ, അമ്മ നടക്കില്ലേ, എന്തെങ്കിലും വന്നു പോയി അമ്മയ്ക്ക് എനിക്ക് അമ്മ ഇല്ലാണ്ടാവില്ല, ഒന്നും സംഭവിക്കില്ല മോനെ, നിനക്ക് വിശ്വാസം ഇല്ലേ, നിനക്കില്ലെങ്കിൽ എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്നെ കൊണ്ടുവന്ന് കിടത്തി. ഇവൻ പുറത്തു പോയപ്പോൾ എൻ്റെ വീട്ടിൽ ആരുമില്ല, എൻ്റെ മോനും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവൻ പറഞ്ഞിട്ട് പോയി, ഇതേ അമ്മ ഇനി എങ്ങാനും ഞാൻ അറിയാണ്ട് നടന്നാ അമ്മ ശരിയാക്കൂട്ടാന്ന് പറഞ്ഞ് ഇവൻ പോയി. ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ രൂപത്തിൽ നോക്കിയിട്ട് പറഞ്ഞേ, എനിക്ക് ആ രൂപക്കൂട്, ഞാൻ ആ രൂപക്കൂട് നല്ല സെറ്റപ്പായിട്ട് എനിക്ക് രൂപക്കൂട് നല്ല ഭംഗിയിൽ വേണമെന്ന് വെച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കണതാണ്. എനിക്ക് ആ ഹാളിലേക്ക് പോകണം, എനിക്ക് ആ ഈശോയുടെ അടുത്ത് പോയി ഈ ആക്സിഡൻറ്റ് പറ്റിയ കയ്യൊന്ന് ഈശോയുടെ അടുത്തൊന്ന് തൊടണം, ഇതാണ് എൻ്റെ ആവശ്യം, ആഗ്രഹം. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇവിടെ ആരും ഇല്ല കേട്ടാ, എൻ്റെ വടിയും കുത്തിപ്പിടിച്ച് ഞാൻ പതുക്കെ നടക്കണേ, എൻ്റെ കൂടെ വരണേ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ അതിശയിച്ചു പോയി.
നടക്കാൻ പിടിച്ച് എന്നെ എൻ്റെ മോനും നടത്തിയ മോൻ ഞാൻ തന്നെ ഇന്നിട്ട് ഈ വടിയും കുത്തിപ്പിടിച്ച് ഞാൻ ഈസിയായിട്ട് പോയിട്ട് ഈശോയുടെ അടുത്ത് പോയി ഈ കൈ പൊക്കുകയില്ലായിരുന്നു. ഈ കയ്യിനെ ഇങ്ങനെ പൊന്തിച്ചിട്ട് ശരിക്കും ഞാൻ ഈശോനെ തൊട്ടു. അത് എനിക്ക് ഭയങ്കര എന്താ പറയുക, എന്നെ വിശ്വാസം കൂടുതൽ ഇതായി. കാരണം എൻ്റെ ഈശോ എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള അതോടെ എനിക്ക് വല്ലാത്തൊരു ഇതായിപ്പോയി. അങ്ങനെ ഞാൻ അത് പ്രാർത്ഥിച്ചു വേഗം വന്ന് ഞാൻ റൂമിൽ കിടന്നിട്ട് ആരോടും പറഞ്ഞില്ല. മോനോട് പറഞ്ഞാൽ മോൻ വഴക്ക് പറയും. എനിക്കറിയാം അവൻ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ തനി ഇഷ്ടം ചെയ്തു എന്ന് പറയില്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ അവനോട് പറഞ്ഞേയില്ല. ഇപ്പം ഇവിടെ വളരെ കൂട്ടുകാരോട് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു, എടി ഞാനിങ്ങനെ പതുക്കെ നടന്നു. അയ്യോ നീ നടന്നാ? നടന്നിടി പിന്നെ, എന്തിനും ഞാൻ നടക്കണല്ലോ. എനിക്കിനി ആൽവിൻ എന്നെ തുടരുത്, എനിക്ക് ബാത്റൂമിലെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണം. ഇതാണ് എൻ്റെ മാതാവിനോട് പ്രാർത്ഥന. അതും കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മാതാവിനോട് പറഞ്ഞേ, മാതാവ് എനിക്ക് ബാത്റൂമിലൊക്കെ പോകാനോ ഒന്ന് സഹായിക്കണേ, തന്നെ എനിക്ക് ചെയ്താൽ വേറെ ഒന്നും വേണ്ട, എനിക്ക് ബാത്റൂമിലൊന്ന് പോയി കിട്ടണേന്നു. അതും നടന്നു. ഈ കുഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇവ എന്നെ തുടയ്ക്കാനായിട്ട് വന്നു, ഒന്നും ചെയ്യണ്ട, നീ എന്നെ ബാത്റൂമിൽ കൊണ്ടുപോയേ. അമ്മ എന്തിട്ട് പറയണേ, അമ്മയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോൾ വാശി കൂടുതലായി. ഈ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഓർമ്മയൊക്കെ പോയി കിടക്കണോ? അല്ല, മാതാവൻ എൻ്റെ കൂടെ ഉള്ളത്, നീ എന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞു. അങ്ങനെ ബാത്റൂമിൽ കൊണ്ടേ ഇരുത്തിയാൽ മതിയെന്ന് പറഞ്ഞു. കസാരയിൽ കൊണ്ടേ ഇരുത്തി നീ പൊക്കോന്ന് പറഞ്ഞു. ഞാൻ സുഖമായിട്ട് ആ വെള്ളം എടുത്ത് മേത്തൊഴിക്കലും ഈ കൈ കൊണ്ട് തന്നെ ഞാൻ ഓരോന്നും ചെയ്യൊക്കെ എൻ്റെ മാതാവ് നിൽക്കണവിടെ എനിക്ക് ഫീൽ ചെയ്യണേ. എൻ്റെ അടുത്ത് എൻ്റെ മാതാവ് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതെല്ലാം ചെയ്തു. ഈ കൊച്ചിന് ഭയങ്കര അതിശയം, എന്താ അമ്മയ്ക്ക് തന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റണ്ട? ഇല്ല, പിന്നെ ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം, മോൻ കണ്ടില്ലേന്ന് ചോദിച്ചു. ഇതെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞാൻ എന്താ പറയുക, 2 മാസത്തിനുള്ളിൽ നടന്നെന്നുള്ളതാ. രക്ഷപ്പെടുത്തിയത് എൻ്റെ മാതാവ് ഈശോയാണ്. എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരില്ല. കാരണം ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് പറയുന്നത് എനിക്കറിയില്ല. അത്രയ്ക്ക് എൻ്റെ കൃപാസമാതാവ് ഇപ്പോഴെന്നെ ചേർത്തി പിടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ സാക്ഷ്യം പറയാൻ ഇവിടെ നിൽക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഒരാഴ്ചയായി ഞാൻ മാതാവിനോട് ഒരുങ്ങായിരുന്നു, എന്നെക്കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കണേ, അവിടെ ഒരു തടസ്സമില്ലാണ്ട് എൻ്റെ കൂട്ടുകാർക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റണേ എന്താ. എനിക്ക് ബസ്സിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ട്രെയിനിൽ കയറി. ഇപ്പോൾ ഞാൻ ട്രെയിനിൽ കയറി. അപ്പോൾ കേൾക്കണം, ട്രെയിനിൽ കയറി ഞാൻ. അപ്പോൾ ഞാനും അതിശയിച്ചു, ഈ ട്രെയിനിൽ കയറിയപ്പോഴും മാതാവ് എന്നെ പിടിച്ച് കയറ്റണമാതിരി. ബിസിനസ്സിൽ ഞാൻ ഇറങ്ങി, വണ്ടി ഓടിച്ചു. ഞാൻ വണ്ടി എടുക്കരുതെന്ന് പറഞ്ഞ് ഒരു 2 ആഴ്ച വണ്ടി എടുത്തിട്ട് എൻ്റെ മാതാവ് എന്നെ ഇങ്ങനെ വഴി നടത്തുക. ഒരു രക്ഷയിലോട്ടോ. എൻ്റെ മാതാവ് എനിക്ക് തരുന്ന അനുഗ്രഹങ്ങൾ 1-2 അല്ല. ഈ ബിസിനസ്സിനാണെങ്കിൽ ഓൺലൈൻ ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ എന്നെ ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം. ഇപ്പം ഞാൻ ഫോൺ ഓഫ് ആക്കി വെച്ചിട്ടാണ് വന്നേക്കണേ. അത്രയും തുണികൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇനി ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ മുന്നിൽ പുതിയ ആളുകൾ എൻ്റെ മാതാവ് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ഇനി എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എൻ്റെ മോൻ്റെ ജീവിതവും അല്ലെങ്കിൽ എൻ്റെ ആധാരം എല്ലാം ഞാൻ എടുക്കും, പണിയെടുത്തിട്ട് എടുക്കും. എനിക്ക് നല്ല വിശ്വാസം. കാരുണ്യ പ്രവൃത്തി എന്ന് വെച്ചാൽ ഞാൻ നല്ലപോലെ ചെയ്തായിരുന്നു കേട്ടോ, വെറുതെ പറയണതല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു രോഗികളൊക്കെ കാണണം, അവർക്ക് എന്തെങ്കിലും എൻ്റെ അവസ്ഥയിൽ നിന്നിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ആരും ഇല്ലാത്ത ഒരവസ്ഥയിൽ വരുമ്പോൾ അവരുടെ അടുത്ത് ഞാൻ പോകുമായിരുന്നു, മരുന്ന് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ അവർക്ക് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ഒക്കെ ഞാൻ ചെയ്തു, ഒക്കെ ഓടും. ഈ വണ്ടി കൊണ്ട് ഞാൻ എല്ലായിടത്തും മേട്ടിപ്പാടം ഇവർക്കൊക്കെ അറിയാം, എൻ്റെ കൂട്ടുകാരിലൊക്കെ. ഞാൻ ആ മേട്ടിപ്പാടം മൊത്തം ഓടി എല്ലാ കാര്യം ചെയ്യും, പള്ളിയിലെയും കാര്യങ്ങൾ ചെയ്യും. ഒക്കെ എന്ത് വേണം എങ്ങനെ വേണം, കാശില്ല എന്നുള്ളൂ, ഞാൻ എല്ലാം ഓടി ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ സഹായം ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ പ്രാർത്ഥന, ബൈബിൾ വായന, പ്രേക്ഷിത പ്രവർത്തന വെച്ചാൽ ഞാൻ പത്രമെല്ലാം ഞാൻ വാങ്ങിച്ച് കൊടുത്തതിൽ കണക്കില്ല കേട്ടോ. ഞാൻ പത്രമൊക്കെ ഞാൻ കൊണ്ടുപോയി ഉണ്ടല്ലോ, വീട്ടിൽ ഞാൻ വയ്ക്കില്ല, എനിക്ക് വയ്ക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ വിചാരിക്കും, ദൈവമേ ഈ പത്രം ഇവിടെ വെച്ചാൽ മാതാവിനെ ഒരു വില കൊടുക്കണ്ടേ നമ്മൾ. അന്ന് തന്നെ ഞാൻ പത്രം ഒരു കെട്ടൊക്കെ തീർത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 3 കെട്ട് ഞാൻ കലൂർ പള്ളിയിൽ പോയിട്ട് അവിടെ നിന്നുകൊണ്ടും അല്ലെങ്കിൽ ആ പരിസരത്തും ഞാനും മോനും കൊടുക്കാനാണ് തീരുമാനിച്ചത്. ഞാൻ ചാലക്കുടി കിടക്കണം, മേട്ടിപ്പാടം കിടക്കണേ, ഞാൻ കലൂർ പള്ളിയിൽ പോകണമെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ പറയുന്നു എൻ്റെ മാതാവ്. ഞാൻ അറിയാത്ത ആളുകളുടെ ഇടയ്ക്ക് പോയി ഈ പത്രം ഞാൻ ഉടനെ ഞാൻ എത്ര തിരക്കുണ്ടായാലും ഞാൻ കൊടുക്കണമായിരിക്കും. എൻ്റെ ബിസിനസ്സെല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്തു, നല്ലപോലെ ബിസിനസ് എല്ലാം നടക്കുന്നുണ്ട്.
ഉടമ്പടി തൈലം പിന്നെ ഭയങ്കര അത്ഭുതമാണ്. ഉടമ്പടി തൈലമാണ് ഈ വേദന വരുമ്പോൾ എല്ലാം ഞാൻ പുരട്ടുന്നത്. ഒരു മരുന്നും ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ട് കഴിച്ചിട്ടേ ഇല്ല. ഈ ഉടമ്പടി തൈലവും തേനും ഉപ്പും മാത്രമാണ് എൻ്റെ മരുന്ന്. എൻ്റെ ഈശോ മാതാവ് പറയുന്നുണ്ടായിരുന്നു, നീ ഭയപ്പെടേണ്ട, നീ പേടിക്കുകയും വേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ. പിന്നെ നീ ആരെ ഉപദേശം കേൾക്കുകയും വേണ്ട, നീ ആരോട് ചെന്ന് സങ്കടം പറയും വേണ്ട, നിനക്ക് ജപ്തിയാണോ, നിനക്ക് ആരുമില്ല, ഒന്നും വേണ്ട, ഞാൻ നടത്തി തരുമെന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പം എൻ്റെ കാര്യങ്ങൾ. ഞാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങൾ എനിക്ക് മറന്നു പോവാം. എനിക്ക് ഓർമ്മക്കുറവ് ഈ ആക്സിഡൻറ്റിലുണ്ട്. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നടത്തുമ്പോഴാണ് ഞാൻ ആലോചിക്കുക, ഇതെങ്ങനെ സംഭവിച്ചു, ഈ മാതാവാണല്ലോ ഇത് നടത്തിയത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. എല്ലാത്തിനും നന്ദി പറയാണ്. എല്ലാം എനിക്ക് ഇനി ഈ ഉടമ്പടി പത്രത്തിൽ ഞാനിപ്പോൾ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ എഴുതിയത് ഇത്രയേ ഉള്ളൂ. എനിക്ക് എൻ്റെ മാതാവിനോട് ചേർന്ന് നിൽക്കാനുള്ള അനുഗ്രഹം മാത്രമേ ഞാൻ വൈദിക്കുന്നത്. പിന്നെ എൻ്റെ കൂട്ടുകാരികൾക്ക് മാത്രമേ ഞാൻ ഒരു നിയോഗം വച്ചിട്ടുള്ളൂ. എൻ്റെ മോനും ഞാനും ഇത് മാതാവിനോട് ഈശോട് മാത്രം, എനിക്ക് ഒരാവശ്യം വേണ്ട, എല്ലാം എനിക്ക് നടത്തി തരണുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷിച്ച് പറഞ്ഞിരിക്കണത് ഈ ഉടമ്പടിയിൽ. അതുപോലെ തന്നെ എല്ലാത്തിനെയും നന്ദി പറയുന്നു. ഈശോയോട് 1000 നന്ദി പറയുന്നു. ഞാൻ ഇവിടെ നിന്ന് എനിക്ക് പറയാൻ അനുഗ്രഹിച്ചത് ഈശോയോട്.